എല്ലാവർക്കും നമസ്കാരം. കാനഡ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട നാല് വാർത്തകൾ പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു കാനഡ മലയാളിഡ. കാനഡയിൽ ലിബറൽ പാർട്ടിയുടെ ഇലക്ഷൻ വിന്നിന് ശേഷം മാർക്ക് കാർണിയുടെ പുതിയ ക്യാബിനറ്റിൽ ന്യൂ ഇമിഗ്രേഷൻ മിനിസ്റ്ററായിട്ട് വരുന്നത് ലീന ദിയാബ്. ലീന ദിയാബ് നോവസ്കോഷ്യയിൽ 2013 തൊട്ട് 2021 വരെ മിനിസ്റ്റർ ഓഫ് ഇമിഗ്രേഷൻ ആയിട്ട് സെർവ് ചെയ്തിരുന്നൊരു വ്യക്തിയാണ് ഇൻ നോവസ്കോഷ്യ. ആ ഒരു പീരീഡിൽ ആൾ മിനിസ്റ്റർ ഓഫ് ഇമിഗ്രേഷൻ ആയിട്ട് നോവസ്കോഷ്യയിൽ സെർവ് ചെയ്തിരുന്ന സമയത്ത് നോവസ്കോഷ്യ എന്ന് പറയുന്ന കാനഡയിലെ പ്രോവിൻസ് റെക്കോർഡ് നമ്പർ ഓഫ് പെർമനന്റ് റെസിഡൻസിനെ കൊണ്ടുവന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇവർ സർവീസിലിരിക്കുന്ന സമയത്താണ് നോവസ്കോഷ്യയുടെ പൈലറ്റ് പ്രോഗ്രാംസ് കുറേ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്, ഓൺട്രപ്രനേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. സോ ലീനാസ് ടെന്യൂർ ഇൻ ഇമിഗ്രേഷൻ വിത്തിൻ നോവസ്കോഷ്യ ഹാസ് ബീൻ വെരി വെൽക്കമിങ് ടു ഇമിഗ്രൻസ്. പക്ഷേ ആകെ മൊത്തം കാനഡയിൽ ഇമിഗ്രേഷൻ കട്ട് ഡൗൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നടപടികളും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കതൊരു പുതിയ വാർത്തയല്ല. പല കാരണങ്ങൾ കൊണ്ടും കാനഡ ടെമ്പററി റെസിഡൻറ്റ് ലെവൽസ് ഇവിടെ കുറയ്ക്കാൻ നോക്കുകയാണ്. അതുപോലെ തന്നെ ആർക്കൊക്കെ PR കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളും എക്സ്ട്രീംലി ക്രിട്ടിക്കലി സ്ക്രൂട്ടനൈസ്ഡ് ആവാൻ പോവുകയാണ്. അതിലെന്തൊക്കെയാണ് കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ നാൾ മുമ്പേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഹൗസിംഗ് ക്രൈസിസ്, എംപ്ലോയ്മെന്റ് മാർക്കറ്റ്, ഇക്കോണമി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവിടെ കാനഡയ്ക്ക് വരാൻ പറ്റിയൊരു സമയമല്ല. സോ പുതിയതായിട്ട് കാനഡയിലേക്ക് നിങ്ങളിപ്പോൾ വരാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് ടു റീതിങ്ക് ആൻഡ് റീഇവാലുവേറ്റ്. ഒരാഗ്രഹം ജനുവരിലി നമ്മുടെ മനസ്സിലുള്ളത് ഇവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കെങ്കിലും PR കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ വാട്ട് ലീന ഇസ് ഗോയിങ് ടു ബ്രിങ്. ആൻഡ് ഒരു മാൻഡേറ്റ് ലെറ്റർ അവർ വൈകാതെ തന്നെ ഇഷ്യൂ ചെയ്യും. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്, ഓർ വാട്ട് ദേ വിൽ ബി പ്രയോറിറ്റൈസിങ്, വാട്ട് ദേ വിൽ ബി വർക്കിംഗ് ടുവേർഡ്സ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ വരുന്ന മാറ്റങ്ങൾ വൈകാതെ തന്നെ നമ്മളുടെ ചാനലിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളും ഷെയർ ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ നമ്മൾ പറയാൻ ആഗ്രഹിച്ചത്, കാനഡയുടെ എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാമിൽ ട്രേഡ് റിലേറ്റഡ് കാറ്റഗറീസിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ കൂടുതൽ ഇനി പ്രയോറിറ്റൈസ്ഡ് ആവാൻ പോവുകയാണ്. നിങ്ങൾ ആരെങ്കിലും ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു NOC ജോബ് കോഡ് വെച്ച് എക്സ്പ്രസ് എൻട്രിയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അത് പറയാനുള്ള റീസൺ, 2024 ജനറൽ ഡ്രോസിൻ്റെ കട്ട് ഓഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് റേഞ്ച് ബിറ്റ്വീൻ 524 ആൻഡ് 549 ജനറൽ ഡ്രോസ്. അതേസമയം CRS കട്ട് ഓഫ് ഫോർ ട്രേഡ് റിലേറ്റഡ് കാറ്റഗറീസ് വാസ് ബിറ്റ്വീൻ 433 ആൻഡ് 436. അപ്പം അത്രയ്ക്കും വ്യത്യാസമുണ്ട്. CRS സ്കോർ കുറവാണെങ്കിലും ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ജോലിയിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ PR കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഏതൊക്കെയാണ് ആ ജോലി മേഖലകൾ? പുതിയതായിട്ട് ട്രേഡ് കാറ്റഗറിയിലേക്ക് കുറച്ച് ജോലികൾ ആഡഡ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്ത് ഇനി പറയാം. ഇതൊക്കെയാണ് ട്രേഡ് റിലേറ്റഡ് മേഖലയിൽ കൺസിഡേർഡ് ആവുന്ന ജോലി മേഖലകൾ. ഓരോ ജോലിക്കും അതിൻ്റെതായ NOC കോഡ്സ് ഉണ്ടാവും. ലെറ്റ്സ് സേ കൺസ്ട്രക്ഷൻ മാനേജർ ആണെങ്കിൽ നിങ്ങളുടെ ജോബ് ടൈറ്റിൽസ് കുഡ് ബി കമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ മാനേജർ, കൺസ്ട്രക്ഷൻ പ്രോജക്ട് മാനേജർ, കൺസ്ട്രക്ഷൻ സൂപ്പറിൻറ്റൻഡന്റ്, ജനറൽ കോൺട്രാക്ടർ, ഹൗസിംഗ് കൺസ്ട്രക്ഷൻ മാനേജർ, അങ്ങനെ എന്ത് വേണമെങ്കിലും. സോ ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണ്, നിങ്ങളുടെ ജോബ് ടൈറ്റിൽ എക്സാക്ട്ലി ആ ഒരു വേർഡ് ആവണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ ജോബ് ടൈറ്റിൽ ഈ ജോലിക്ക് ബന്ധപ്പെട്ട റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഒക്കെ കീഴിൽ വരുവാണെങ്കിൽ there is still a chance for you to be considered via trade category through express entry and get Canada PR. ഈ ട്രേഡ് കാറ്റഗറിയുടെ ഒരു പ്രത്യേകത, ഒരു അപ്രന്റിസ്ഷിപ്പ് പീരീഡ് മിക്ക ട്രേഡ് മേഖലകളിലുള്ള ജോലികൾക്കുണ്ട്. ഇപ്പം നിങ്ങൾ ശരിക്കും ഒരു ഫുൾ ടൈം ജോലി ആകുന്നതിന് മുൻപേ നിങ്ങൾ അപ്രന്റിസ് ആയിട്ട് വർക്ക് ചെയ്താൽ കൂടിയും അതും ഈ എക്സ്പീരിയൻസിലേക്ക് കാൽക്കുലേറ്റഡ് ആവും. ഈ ട്രേഡ് കാറ്റഗറിയിലുള്ള ജോബ് മേഖലകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ള ലിങ്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പിൻഡ് കമൻ്റ് ആയിട്ട് വെക്കാം. സോ ഡു ചെക്ക് ദാറ്റ് ഔട്ട് ഫോർ മോർ ഇൻഫർമേഷൻ. കുറേ നാളായിട്ട് എക്സ്പ്രസ് എൻട്രിയിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറയുന്ന CEC റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രോസ് നടക്കുന്നുണ്ടായിരുന്നില്ല. CEC ഡ്രോസ് പയ്യെ ഇല്ലാതാവുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ആഴ്ച ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കാരണം അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എനിവേ, CEC ഡ്രോ കുറേ നാൾക്ക് ശേഷം ഈ അടുത്ത് നടന്നിരിക്കുകയാണ്. അതിൻ്റെ കട്ട് ഓഫ് സ്കോർ 547 ആയിരുന്നു. 500 ITs ആണ് പോയത്. അതായത് 500 പേർക്കാണ് ആ ഇൻവിറ്റേഷൻ പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 547 നമ്മൾക്ക് ഇവിടെ പഠിച്ച എക്സ്പീരിയൻസും ഇവിടെ ജോലി ചെയ്ത എക്സ്പീരിയൻസും വെച്ച് നോക്കുകയാണെങ്കിൽ കൂടിയും 547 ഇറ്റ്സ് നോട്ട് എ വെരി ഈസി സ്കോർ ടു ഗെറ്റ്. കഴിഞ്ഞ കുറേ എക്സ്പ്രസ് എൻട്രിയുടെ പാറ്റേൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാസ് ബീൻ. ഇക്കൊല്ലത്തെ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ജനുവരിയിലും ഫെബ്രുവരിയിലും CEC ഡ്രോസ് നടന്നിരുന്നു.
അതിനുശേഷം മാർച്ചിൽ നടന്നിട്ടില്ല. മാർച്ചിലൊക്കെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാംസിൻ്റെ ഡ്രോസ് നടന്നിരുന്നു. ഫ്രഞ്ച് ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി ഉള്ളവർക്ക് വേണ്ടിയിട്ട് കുറേ ഇൻവിറ്റേഷൻസ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും PNPയും അല്ലെങ്കിൽ കാറ്റഗറി സ്പെസിഫിക് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ കാറ്റഗറി, ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസസ് കാറ്റഗറി, അങ്ങനെ കാറ്റഗറി സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രോസ് ആണ് എക്സ്പ്രസ് സെൻറ്ററിൽ നടന്നുകൊണ്ടിരുന്നത്. സോ ഫെബ്രുവരി ബിഗിനിങ്ങിൽ ഒരു CEC ഡ്രോ നടന്നതാണ്. ദാറ്റ് വാസ് ദ ലാസ്റ്റ്. അതിൻ്റെ കട്ട് ഓഫ് 521 ആയിരുന്നു. അതിനുശേഷം പിന്നെ CEC ഡ്രോസ് ഉണ്ടായിട്ടേ ഇല്ല. ആൻഡ് ദെൻ നൗ 521 നിന്ന് 547 ഇപ്പോഴത്തെ CEC ഡ്രോയിൽ നടന്ന കട്ട് ഓഫ് സ്കോർ. ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ പഠിക്കാൻ വന്ന് ജോലിയും ചെയ്ത് ഇന്നല്ലെങ്കിൽ നാളെ PR-നുള്ള ഇൻവിറ്റേഷൻ കിട്ടുമെന്ന് കാത്തിരിക്കുന്ന കുട്ടികളെ വെച്ച് നോക്കുമ്പം ദിസ് ഈസ് നോട്ട് എ ഗ്രേറ്റ് ന്യൂസ്. കാനഡ ഈസ് ട്രൈങ് ടു ഷോർട്ടൻ ഇറ്റ്സ് കപ്പാസിറ്റി. എങ്ങനെയെങ്കിലും വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു ഉദ്യമത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളൊരു ആപ്ലിക്കേഷൻ വെക്കുകയാണെങ്കിലും they are more keen on finding some reason to reject than finding reasons to approve your application. നമ്മളൊരു ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് റിജക്റ്റ് ചെയ്യാനാണ് അവർ നോക്കുന്നത്. റീസെൻ്റ്ലി ഞാൻ സംസാരിച്ച ഒരു ഒഫീഷ്യൽ ഷെയർ ചെയ്തൊരു ഇൻഫർമേഷൻ ഇങ്ങനെയാണ്. ദേ ആർ നൗ ഈവൻ ചെക്കിങ് അവർ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്. അതായത് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഇന്നതാണ് നമ്മളുടെ ജോലി, ഇന്ന NOC, ഇന്ന ജോലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും they will even go to the extent of checking your LinkedIn profile or checking your social media profiles to make sure that we are working in that same field. Document mismatch ഉണ്ടോ എന്നറിയാനായിട്ട്. ഇപ്പം അതിപ്പോൾ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് അവിടെ നിരന്ന് കിടക്കുവാണല്ലോ. പക്ഷേ ലിങ്ക്ഡിൻ അവർ കുറച്ചുകൂടി പ്രിഫർ ചെയ്യാനുള്ള കാരണം ഇസ് ബിക്കോസ് ലിങ്ക്ഡിൻ ഇസ് മോർ ലൈക്ക് എ പ്രൊഫഷണൽ നെറ്റ്വർക്ക്. നമ്മളുടെ ജോലി മേഖലകളുടെ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ അവിടെ ആയിരിക്കും നടക്കാം. സോ അങ്ങനെ വരേക്കും ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മളും ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവസാനം സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ടിക്ക് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ദാറ്റ് വി ഗിവ് ദം പെർമിഷൻ ടു ഡു ദ റെലവൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ആസ് റിക്വയർഡ്. അപ്പം അങ്ങനെ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ട് തന്നെയാണ് അവരത് നോക്കുന്നത്. പക്ഷേ നമ്മളുടെ ലിങ്ക്ഡിൻ പോലത്തെ ഉള്ള നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് അവർ ചെക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. അതൊരു റിജക്ഷന് കാരണമാവണമെന്നില്ല, പക്ഷേ ദേ ക്യാൻ കം ബാക്ക് ആൻഡ് ആസ്ക് ഫോർ ഫർദർ ഡോക്യുമെൻറ്റേഷൻസ്. ഇങ്ങനെ ഒരു മിസ്മാച്ച് കണ്ടു ആൻഡ് ദാറ്റ് ആക്ച്വലി ഹാപ്പൻ ഫോർ സംബഡി. ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഇങ്ങനെയുള്ള ജോലി മേഖലകളാണ് കാണുന്നത്, ഡീറ്റെയിൽസ് ഓഫ് ദ ഡേറ്റ ഡസ് നോട്ട് മാച്ച്. അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് സബ്മിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലി ഗെറ്റ് ബാക്ക് ചെയ്ത വ്യക്തികളുണ്ട്. സോ ദീസ് തിങ്സ് ഹാപ്പൻ. കാരണം ഇപ്പോഴത്തെ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് വെച്ചിട്ടും നാട്ടിലുള്ള മലയാളി കുട്ടി റെഫ്യൂജി ആണെന്ന് പറഞ്ഞിട്ടും ഇവിടെ വന്നിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് അപ്രൂവ് ആയല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. വിച്ച് ഈസ് ലോജിക്കൽ. അത് ശരിയാണ്, അങ്ങനെ വന്നവരുണ്ട്. പക്ഷേ എല്ലാവരുടെയും കാര്യത്തിൽ അപ്രൂവ് ചെയ്ത് വിടണമെന്നില്ല. സോ എസ്പെഷ്യലി ഇപ്പോഴത്തെ IRCC ഒഫീഷ്യൽസിൻ്റെ വർക്ക് ഫ്ലോ പ്രകാരം they will scrutinize our social media profiles also. So നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിൽ നമ്മൾ പബ്ലിക്കായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി ദ വൺസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു യുവർ ജോബ് ആൻഡ് ലൊക്കേഷൻ, അതുപോലെ തന്നെ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റയും ഒരു ബന്ധമുണ്ട്, ഒരു അലൈൻമെൻറ്റ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഡു വാട്ട് യു ക്യാൻ. നമ്മളുടെ ഡോക്യുമെൻറ്റേഷൻസിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാം പ്രൂഫ് റീഡ് ചെയ്ത് ഒരു ലൂപ്പ് ഹോൾ പോലും ഇല്ലാത്ത രീതിയിൽ നമ്മളുടെ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഭാഗം. ആൻഡ് ഡു ദാറ്റ് വെരി വെരി വിജിലൻ്റ്ലി. വരുന്ന ആഴ്ചകളിൽ നമ്മൾ PR ആപ്ലിക്കേഷൻസിൽ നമുക്ക് പിഴവ് പറ്റാവുന്ന കോമൺ ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതും RCIP പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ CEC ഡ്രോസിൻ്റെ ഫ്യൂച്ചർ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വരുന്ന ആഴ്ചകൾ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹോപ്പ്ഫുള്ളി വി ഗെറ്റ് ദ ടൈം ടു പബ്ലിഷ് ഇറ്റ് ഓൺ ടൈം. കാനഡ ഇമിഗ്രേഷനെ കുറിച്ചും ഇമിഗ്രൻ്റ് ലൈഫിനെ കുറിച്ചൊക്കെയാണ് നമ്മളുടെ ചാനലിലെ ഓരോ വീഡിയോസും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കൂ. ആൻഡ് വി വുഡ് ലവ് ടു ഹാവ് യു ആസ് പാർട്ട് ഓഫ് അവർ യൂട്യൂബ് കമ്മ്യൂണിറ്റി. നമ്മൾ ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ആൻഡ് ഇഫ് യു നീഡ് എനി ഹെൽപ്പ് വിത്ത് ജോബ് സെർച്ചിങ്, ലാൻഡിംഗ് എ ജോബ് ഇൻ കാനഡ, resume creation, LinkedIn optimization, send us an email at info@canadamalayalida.com. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് കാനഡ മലയാളിഡ.